ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് എന്താണ് നമ്മളെ ബാബട്ടന്റെ കഥ എന്താ? ബാബട്ടന്റെ പാടുന്ന ബാബട്ടനും ആരുമല്ല, ഇന്ന് ജെയിംസ് കാമറൂൺ അല്ലേ മൂപ്പരെ പറ്റിട്ടാണ്. അതിന്റെ ഒരു ട്രെയിലർ ഇന്ന് നമ്മളെ ആ ഒരു സയൻസ് ഫിക്ഷൻ ചിത്രം ഉണ്ടല്ലോ അവതാർ, അതിന്റെ ഒരു പുതിയ ട്രെയിലർ വന്നിട്ടുണ്ട്. ഫയർ ആൻഡ് ആഷ് കാണാത്തവരൊക്കെ കണ്ടോളൂ, സൂപ്പർ സാധനം, അടിപൊളി ട്രെയിലർ ആട്ടെ. ഞാൻ ഒന്ന് കണ്ടിട്ടായിരുന്നു. കണ്ടുവെച്ചാല് 1 മണിക്കൂർ കൊണ്ടായിട്ടുള്ളത് അറിയില്ല, കുറച്ച് സമയമായിട്ടുള്ളൂ. അതേപോലെ നമ്മളെ ദുൽഖറിന്റെ ഒരു പ്രൊഡക്ഷൻ കമ്പനിന്റെ ഒരു ഫിലിം ലോക്കാന്ന് പറഞ്ഞിട്ട് അതും വന്നിട്ടുണ്ട്. എന്ത് മലയാളം? അതും സയൻസ് ഫിക്ഷൻ ആ മലയാളത്തിൽ. പ്രൊഡ്യൂസറാണ്, അതിൽ ഒരു സീരീസ് ആണ് തോന്നുന്നത്. അതേ ബാനറിൽ ഇപ്പോ തെലുങ്കിൽ ഒരു പടം ഇറങ്ങുന്നുണ്ട്. നമുക്ക് ജെയിംസ് കാമറൂണിനെ കുറിച്ചിട്ട് അത് തന്നെ പറയാന്ന് പറഞ്ഞാല് അത് ഒരു ദൃശ്യമൊക്കെ വേണ്ടി സാങ്കേതിക വിദ്യകളൊക്കെ ഒരു അങ്ങേ അറ്റാണ്. ആ സിനിമ എല്ലാരും 2009 തോന്നുന്നു. 2009 ഫസ്റ്റ് അവതാർ ഇറങ്ങിയിട്ടുള്ളത്. പിന്നുള്ളത് 2022. അത് ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ടത്. നമ്മളൊരു സുഹൃത്തും കൂടിയിട്ട് തിയേറ്ററിൽ പോയി തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. അതിന്റെ ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. അതിങ്ങനെ ഓരോ എനിക്ക് തോന്നുന്നത് പണ്ടത്തെ അല്ല, കുറെ അധികം ഫ്യൂച്ചറായിട്ട് നമ്മ ഭൂമി വിട്ട് വേറൊരു രാജ്യത്തിൽ പോയിട്ട് അവിടെയുള്ള ആൾക്കാരെ കീഴടക്കുന്ന ഒരു കഥയാണ്. മനുഷ്യന്റെ എന്താ പറയാ ഈ പ്രകൃതിനോടുള്ള ഒരു കടന്നുകയറ്റുണ്ടല്ലോ, ഈ സിനിമയില് കാണിക്കുന്നത്. അതായത് ഇപ്പൊ കുറച്ച് ഏലിയൻസ് നമ്മളെ ഭൂമിയിൽ വന്നിട്ട് നമ്മളൊക്കെ ഒഴിവാക്കി വേറെ അവര് വന്ന് കയറി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലത്തെ സിറ്റുവേഷൻ അവർ ഒരു മൂന്നാം പാർട്ട് ആദ്യത്തെ പാർട്ടി തോന്നുന്നത് സാധാ ഒരു പ്രകൃതി, രണ്ടാമത്തെ വെള്ളത്തിലായിരുന്നു. പഞ്ചഭൂതങ്ങളെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമി, ആകാശം, ജലം, വായു, അങ്ങനെ തീ. ഇതിപ്പോ മൂന്നാമത്തത് ഇപ്പൊ തീയിലാണ് ഈ ഫിലിം എടുത്തിട്ടുള്ളത്. ഇനിയും 2 കൂടെ പ്രതീക്ഷിക്കാം. പുതിയ ക്യാരക്ടർ വന്നിട്ടുണ്ട് മൂന്നാം പാർട്ടിൽ, ഒരു പുതിയൊരു ക്യാരക്ടർ വരുന്നുണ്ട് മെയിൻ ആയിട്ടുള്ള. അതിന്റെ കമ്പ്യൂട്ടറിന്റെ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാല് ഒരു രക്ഷയില്ലാത്ത ഗ്രാഫിക്സും ഇതൊക്കെ സംഭവം. അത്രയും ബഡ്ജറ്റ് വർക്ക് ഉണ്ടാവില്ലേ? പിന്നെ സാധാരണ ഒരു എന്നാലും അഖിലേക്ക് എന്റെ ഡൗട്ട് ചെയ്താ നമ്മളെ മലയാളത്തിൽ 100 കോടി 200 കോടി ഇത്ര ആക്കുമ്പോ അവര് കണ്ട ബില്യണും ഒക്കെ ആയിട്ട് എങ്ങനെ ഇവർക്കൊക്കെ പൈസ വെച്ചിട്ടുണ്ടാവും അല്ലേ? പൈസ കിട്ടൂടാ, അത് വേൾഡ് വൈഡ് റിലീസ് അല്ലേ, അവരെ ലാംഗ്വേജിനും അങ്ങനെയുള്ള ഒരു പ്രത്യേകത അല്ലേ. പിന്നെ അവരെ പ്രൊഡക്ഷൻ കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ലോഗോ അങ്ങനത്തെ ഇതൊക്കെ വേറെ ലെവലാണ്. അപ്പൊ അങ്ങനൊക്കെ അത്ഭുതപരമായുള്ള ഇതിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ ഫിലിം എന്തായാലും എല്ലാരും പോയിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് എന്തായാലും തിയേറ്ററിലാണ് 40 മാക്സിൽ എന്തായാലും പൈസ. അപ്പൊ ഇന്നിപ്പോ പോയി നമ്മള് വീഡിയോ ഒരു വാർത്താ ചാനലായി ഇന്നത്തെ അല്ലേ, തിങ്കളാഴ്ച. ഇതിപ്പോ ഈ ഫിലിം ഫസ്റ്റ് ഇറങ്ങി നമ്മൾ ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ഇതിന്റെ അടുത്ത പാർട്ടിനായിട്ട് എല്ലാരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനത്തെ ഒരു ഹൈപ്പ്. ഇപ്പൊ കഴിഞ്ഞത് എന്നിറങ്ങിന്ന് പറഞ്ഞാൽ 2022 ദ വേ ഓഫ് വാട്ടർ, അങ്ങനെയാണോ അതിന്റെ ഫിലിമിന്റെ പേര്? എന്താ 3 കൊല്ലം എത്ര പെട്ടെന്ന് വർഷങ്ങളൊക്കെ നടന്നു. ഫസ്റ്റ് അല്ലേ? ശരി, അപ്പൊ നമ്മള് ഇനി അടുത്ത എന്തെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം. അവരക്കും ഗുഡ് ബൈ. അടുത്ത അവതാർ 4